ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൽസ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂയോർക്കിൽ തന്നെയുള്ള ചെറിയൊരു ഗ്രാമപ്രദേശം എന്ന് പറയാം, ലേക്ക് പ്ലാസിഡ്. അവിടേക്കാണ്. ഈ ഒരു യാത്ര ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിരുന്നു. ഇത് ഞങ്ങളുടെ 5th ആനിവേഴ്സറി ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ബ്ലൂബേർഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഈ കാണുന്നതാണ് മിറർ ലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു നല്ലൊരു മൗണ്ടെയിൻ വ്യൂ, ആൻഡ്രോണ്ടാക്ക് മൗണ്ടെയിൻ വ്യൂ കാണാൻ സാധിക്കും. മൗണ്ടെയിനും അതിന് ചുറ്റുമുള്ള ഒരു ഫോറസ്റ്റും എല്ലാം കൂടി ഒരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മിറർ ലേക്കിലൊരു പാഡൽ ബോട്ടിംഗ് ആണ് ചെയ്തത്. അപ്പോൾ അതിനെ ചുറ്റുമുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് മെല്ലെ മെല്ലെ ആ ലേക്കിൽ അങ്ങനെ പോവായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ ആദ്യം ചെയ്തത്. അത് കൂടാതെ നമുക്ക് ഫിഷിങ്, ഹൈക്കിങ് എല്ലാം ഇവിടെ ചെയ്യാൻ സാധിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ഏകദേശം ഒരു 1 hour മേലെ ഉണ്ടായിരുന്നു. നമ്മുടെ സൗകര്യത്തിന് നമുക്ക് മെല്ലെ മെല്ലെ പാഡൽ ബോട്ടിൽ ഇങ്ങനെ തുഴഞ്ഞ് നീങ്ങായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡൗൺ ടൗൺ പോലെ ഉണ്ടായിരുന്നു. എവിടെ പോയാലും ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ട് ഒരു ഡൗൺ ടൗൺ പോലെ ഉണ്ടായിരിക്കും ആ ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെ നമുക്ക് അവിടെ കിട്ടുന്ന ചില ഐറ്റംസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി, മാഗ്നറ്റ്സ് എല്ലാം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് ഒന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി. അടുത്ത ദിവസമായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ, ഞങ്ങളുടെ 5th ആനിവേഴ്സറി. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഹൈ ഫാൾസ് ഗോർജിലേക്കായിരുന്നു. ആഡിറോണ്ടാക്സിലെ അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഈ ഹൈ ഫാൾ ഗോർജ്. ഇതൊരു ചെറിയൊരു 30 minutes ഹൈക്കിംഗ് പോലെ ഉണ്ടായിരുന്നു അവിടേക്ക് പോകാനായിട്ട്. ആ പോണ വഴിയിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളായിരുന്നു. ആ ചുറ്റുമുള്ള മരങ്ങളും അതുപോലെ പക്ഷികളുടെയൊക്കെ സൗണ്ടും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് പൊതുവേ ഈ തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് കേട്ടോ കൂടുതലിഷ്ടം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോയ പോലെ, നമ്മുടെ നാട്ടിലത്തെ കാഴ്ചകളൊക്കെ പോലെ ഒരു തോന്നലാണ്. അപ്പോൾ ഇവിടെ ന്യൂയോർക്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ആനിവേഴ്സറിക്ക് പോയതാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ യൂട്യൂബൊക്കെ തുടങ്ങണം, വീഡിയോ ഒക്കെ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ അതിന് വേണ്ടി എടുത്തു വെച്ച കുറച്ച് ക്ലിപ്സാണ് ഇതൊക്കെ. ഇനിയും ഈ സ്ഥലത്ത് എനിക്ക് ഈ വീഡിയോ പിന്നെയും കാണുമ്പോൾ എനിക്ക് ഈ സ്ഥലത്ത് ഒന്നുകൂടി പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സീസണിലും അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സമ്മർ ടൈമിൽ വേറൊരു ഭംഗിയായിരിക്കും, എല്ലാം ഒരു പച്ച കളറായ ഇലകളൊക്കെ. അത് കഴിഞ്ഞ് സമ്മർ മാറി ഫാളാവുമ്പോൾ ആ ഇലകളുടെയൊക്കെ കളറ് മാറി ഒരു ഓറഞ്ച്, ബ്രൗണ്, അങ്ങനത്തെ യെല്ലോ ഷെയ്ഡൊക്കെ ഉള്ളൊരു കളറായിട്ടുണ്ടായിരിക്കും. ആ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ്. അതുപോലെ വിൻ്റർ ആകുമ്പോൾ വിൻ്റർ റിലേറ്റഡ് സ്നോ ഒക്കെ ആയിട്ടുണ്ടായിരിക്കും, ആ വിൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ ഓരോ ടൈമിലും ഓരോ ഭംഗിയാണ്. അപ്പോൾ എനിക്കിനി ഇതിപ്പോൾ ഞങ്ങൾ പോയത് ഏകദേശം ഒരു സമ്മർ ടൈമായിരുന്നു. അപ്പോൾ എനിക്കിനി വേറെ ഫാൾ ടൈമിലൊക്കെ ഒന്ന് പോയി അവിടുത്തെ ഭംഗി എങ്ങനെയുണ്ടെന്ന് ആസ്വദിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പ്ലാൻ ചെയ്ത പോലെ എല്ലാ സ്ഥലങ്ങളും പോകാൻ സാധിച്ചില്ല. നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ 1-2 സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മളൊരു മിനി ഗോൾഫ് ആക്ടിവിറ്റി പോലെയാണ് പിന്നീട് പോയത്. ഞങ്ങൾക്കും മോനും കളിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഈ മഴയാണെങ്കിലും അവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അവിടേക്കാണ് പോയത്. ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മിനിയേച്ചർ ഗോൾഫ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയും ചെറിയൊരു വാട്ടർഫാൾ സെറ്റപ്പൊക്കെ ആയി അടിപൊളിയായിരുന്നു. അപ്പോൾ അത് മോന് നല്ല ഇഷ്ടമായി കേട്ടോ. അവൻ നന്നായി എൻജോയ് ചെയ്തു. അവനതിപ്പോൾ കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് തട്ടി കളിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും കളിച്ചു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ലാസ്റ്റ് റൗണ്ടിൽ ബോൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. അപ്പോൾ മോൻ ആ സമയത്ത് ഇത്തിരി കരച്ചിലൊക്കെ വാശിയൊക്കെ ആയിരുന്നു, ഇനിയും കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്.
അങ്ങനെ മഴയാണെങ്കിലും ആ മഴയത്ത് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ അവിടെ. ഞങ്ങൾ പിന്നെ വേറൊരു സ്ഥലം കൂടി പോയായിരുന്നു കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇതിൽ ആഡ് ചെയ്ത വീഡിയോ വല്ലാതെ ലെങ്തി ആയി പോവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ പോയി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങി ആനിവേഴ്സറി സ്പെഷ്യൽ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ആനിവേഴ്സറി ആയിട്ടൊരു നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ മിറർ ലേക്കിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ലേക്ക് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. ഒരു ചെറിയ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളുടെ 5th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു. ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് ഹാപ്പി ആനിവേഴ്സറി പറയാം? അപ്പൊ അമ്മയ്ക്ക് മാത്രമേ ആനിവേഴ്സറി അച്ഛനും കൊടുക്കണം. അച്ഛനില്ലേ? അച്ഛൻ ഒരു പങ്കുമില്ല ഇതില്. ഇതൊക്കെ വീണു. അയ്യോ കേക്ക് മറച്ചിട്ടു. ശരി അച്ഛനും കൊടുക്ക. ചെറിയ പീസ് കട്ടി ഇവിടെ നിന്ന് ഇവിടെ കട്ടി. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ആനിവേഴ്സറി സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലേക്ക് പ്ലാസിഡിലെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.